നമസ്കാരം. കർണാടകയിൽ ഒരു ജീവൻ മണ്ണിനടിയിലായിട്ട് ഒരാഴ്ചയായിട്ടും മണ്ണിടിഞ്ഞ് രണ്ടാം ദിവസമാണ് കർണാടക സർക്കാർ ഉണർന്നത് തന്നെ. ഒടുവിൽ അവിടെയും കേന്ദ്രം തന്നെ ഇറങ്ങേണ്ടി വന്നു. കേന്ദ്രത്തിന്റെ ഇടപെടൽ വേണ്ടി വന്നു. അഴിമതിയുടെ കൊടി കുത്തിയ കർണാടക സർക്കാരിന്റെ തലക്കേറ്റ പ്രഹരം പോലെയാണ് ഇപ്പോൾ കർണാടകയിൽ സൈന്യം ഇറങ്ങുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു സർക്കാരും സംവിധാനങ്ങളും വൻ പരാജയമായി പോയ കാഴ്ചയാണ് കർണാടകയിൽ കണ്ടത്. അവിടെയാണ് നേരിട്ട് പ്രധാനമന്ത്രി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. മരിച്ചോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാതെ ഒരു മനുഷ്യൻ അവിടെ കുടുങ്ങിയപ്പോൾ രക്ഷാപ്രവർത്തനം പോലും വൈകിപ്പിച്ച കർണാടക സർക്കാർ കേരളത്തെ നോക്കി ലജ്ജിക്കണം. ഓഖിയും പ്രളയവും വന്നപ്പോൾ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങിയ മനുഷ്യരുള്ള നാടാണിത്. സ്വന്തം ജീവൻ പണയം വെച്ച മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കുന്ന മലയാളികളുടെ നാട്. അഭിമാനത്തോടെ പറയാം ഈ നിമിഷം നമ്മൾ മലയാളികളാണെന്ന്. കരിപ്പൂർ വിമാനാപകടം നടന്ന സമയത്ത് കോവിഡിന്റെ മൂർധന്യാവസ്ഥയാണ് കേരളത്തിൽ. അതുപോലെ മറന്ന് നൂറുകണക്കിന് മനുഷ്യജീവന് വേണ്ടി കൈമയും മറന്ന് ഇറങ്ങിത്തിരിച്ചവരാണ് മലയാളികൾ. ഗുണാക്കേവിൽ കൂട്ടുകാരനെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ച സാഹസപ്പെട്ട് ആ ഭീതിജനകമായ ഗുഹയിലേക്ക് ഇറങ്ങി സുഹൃത്തുക്കൾക്ക് ജന്മം കൊടുത്ത നാടിന്റെ പേരാണ് നമ്മുടെ കേരളം. കാലിൽ കുടുങ്ങിയ ചരട് ഇലക്ട്രിക് പോസ്റ്റിന്റെ തുഞ്ചത്ത് കുരുങ്ങി ബന്ധനസ്ഥയായി പോയ പ്രാവിനെ രക്ഷിക്കാൻ ഒരു ഫോൺ കോളിൽ ഓടിയെത്തിയ യൂണിഫോം ധാരികൾ, അവരും നമ്മുടെ കേരളത്തിലാണുള്ളത്. ഇരുട്ടിൽ ഉരുൾപൊട്ടി വീടുകൾക്ക് മീതെ പതിച്ചപ്പോഴൊക്കെ പോലീസും രക്ഷാസേനയും എത്തുന്നതിന് മുൻപേ തൂമ്പയും മൺവെട്ടിയും മുതൽ JCB വരെ എടുത്ത് ഓടിയെത്തുന്ന ഒരു ജനത ഇവിടെയുണ്ട്. അവരുടെ പേരാണ് മലയാളികൾ. പെരുമഴയത്ത് ആർത്തൊഴുകിയ പെരിയാറിൻ നടുവിലെ തുരുത്തിൽ കുടുങ്ങിയ നായ്ക്ക് വേണ്ടി പുഴയ്ക്കുമീതെ കയർ കെട്ടി രക്ഷാപ്രവർത്തനം നടത്തിയവരുള്ള നാടാണ് കേരളം. അവിടെയാണ് ഒരു മനുഷ്യജീവൻ മണ്ണിനടിയിലായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താതെ കർണാടകം എന്നൊരു വലിയൊരു സംസ്ഥാനം നെറുകേട് കാണിച്ചിരിക്കുന്നത്. കർണാടക സർക്കാരിന്റെ സമ്മർദ്ദം ഏൽപ്പിച്ചുകൊണ്ട് മലയാളികൾ ഓരോരുത്തരും അർജുന് വേണ്ടി ഓരോ നിമിഷവും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർണാടകയിലെ ജനങ്ങൾ ചോദിക്കുന്നു, അപകടത്തിലായത് VVIP ആണോ അതോ ഏതെങ്കിലും മന്ത്രിയുടെ മകനോ സ്വന്തക്കാരോ ആണോ എന്ന്. കാരണം സംഭവം അറിഞ്ഞ അന്ന് മുതൽ മലയാളികൾ അർജുന്റെ ജീവന് വേണ്ടി സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും അടക്കം മുറവിളി കൂട്ടുകയാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, മണ്ണിനടിയിൽ കിടക്കുന്നത് ഒരു മലയാളിയാണ്. അർജുൻ ഒരു മലയാളി ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് സൈന്യം നേരിട്ട് ശിരൂരിലേക്ക് എത്തുന്നതും. സുരേഷ് ഗോപി എന്ന വലിയ മനുഷ്യനോട് എത്ര പറഞ്ഞാലും തീരാത്തത്ര ബഹുമാനവും കടപ്പാടും ഒക്കെ തോന്നുന്ന നിമിഷമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം നേരിട്ട് വിളിച്ച് സൈന്യത്തിനെ കർണാടകയിലേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ടതോടെ നമ്മുടെ മലയാളികളുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. പ്രാർത്ഥനയോടെ തന്നെയാണ് ഓരോ നിമിഷവും നമ്മൾ കടന്നു പോകുന്നത്. തിരച്ചിലിന് സൈന്യം എത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകിയതായി അർജുന്റെ കുടുംബം വ്യക്തമാക്കുന്നു. സംഭവ സ്ഥലത്തേക്ക് തിരിക്കാൻ പ്രധാനമന്ത്രി സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായും സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ്. തിരച്ചിലിന് സഹായവുമായി ഇസ്രോയും ഉണ്ടെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഏതായാലും അർജുന്റെ തിരികെ ജീവിതത്തിലേക്കുള്ള വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഏറുകയാണ് സൈന്യം ഇറങ്ങുന്നതോടുകൂടി. ഭാരത് ബെൻസിന്റെ 12 വീലുള്ള ലോറിയിൽ തടിയുമായി കേരളത്തിലേക്ക് വരുമ്പോഴാണ് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണത്. ലോറിയുടെ GPS മണ്ണിനടിയിൽ നിന്ന് കാണിക്കുന്നതും മൊബൈൽ ഫോൺ ഇടയ്ക്കിടെ ഓൺ ആയതും വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുകയാണ്. സൈന്യം ഇന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നതോടെ കുടുംബവും സുഹൃത്തുക്കളും ആത്മവിശ്വാസത്തിൽ തന്നെയാണിപ്പോൾ. വാഹനത്തിന്റെ ബാറ്ററി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ GPS ലൊക്കേഷൻ കാണിക്കുമെന്ന വാഹന മേഖലയിലുള്ളവർ തന്നെ ഇപ്പോൾ പറയുന്നു. ലോറിയുടെ ക്യാബിൻ ആധുനിക രീതിയിലുള്ളതാണ്. ഉള്ളിൽ നല്ല സ്ഥല സൗകര്യങ്ങൾ തന്നെയുണ്ട്. മണ്ണും ചെളിയും മൂടിയാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധാരണ നിലയിൽ കഴിയില്ല. രാജ്യാന്തര നിലവാരത്തിലുള്ള ശക്തിയുള്ള ക്യാബിനാണ് ഇതിലുള്ളത്. ക്രാഷ് ടെസ്റ്റിംഗ് നടത്തിയ ക്യാബിൻ ആയതിനാൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. മണ്ണ് വന്ന് മൂടിയാൽ ക്യാബിൻ തകരില്ല. മലയിടിഞ്ഞപ്പോൾ എത്ര ശക്തിയിലാണ് മണ്ണ് വീണതെന്നോ പാറകൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഇഗ്നിഷൻ ഓൺ ആണെങ്കിലും AC കിട്ടില്ല. AC കിട്ടണമെങ്കിൽ വാഹനം ഓൺ ആക്കണം. ക്യാബിനിലെ ഓക്സിജന്റെ അളവ് പ്രധാനമാണെന്നും വിദഗ്ധർ പറയുന്നു. വാഹനത്തിൽ വെള്ളം ഉണ്ടായിരുന്നതും പ്രതീക്ഷ നൽകുന്നുണ്ട്. വീട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തിയതോടെയാണ് കർണാടക അധികൃതർ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത്. അർജുന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ലോറി ഉടമയും അടക്കം അർജുൻ തിരിച്ചു വരുന്നതും കാത്ത ശിരൂരിൽ ഇപ്പോഴുമുണ്ട്. കന്യാകുമാരി പനവേൽ ദേശീയ പാതയിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ശിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിൽപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെ 8:30-ക്കായിരുന്നു ഈ സംഭവം നടന്നത്. ഏതായാലും കർണാടകയിൽ ഇപ്പോൾ സൈന്യം ഇറങ്ങുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെയും വലിയ ഇടപെടൽ കർണാടകയിൽ ഉണ്ടായിരിക്കുന്നു. സൈന്യം ഇറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടും കൂടിയാണ് നമ്മൾ എല്ലാവരും, മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഇപ്പോഴുള്ളത്.